ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു ഹൃദയത്തിൻ്റെ അധ്വാന ഫലമാണ് ഈ സമൂഹം. മാനസികാരോഗ്യം നഷ്ടപ്പെട്ട് അനാഥരും ആലംബഹീനരുമായി തെരുവീഥികളിൽ അലഞ്ഞു നടക്കുന്ന സഹോദരിമാർക്ക് അഭയവും സംരക്ഷണവും നൽകി ദൈവസ്നേഹത്തിന്റെ തീരങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ബഹുമാനപ്പെട്ട സിസ്റ്റർ റോസലിനാൽ സ്ഥാപിതമായ സ്നേഹഭവനമാണ് സ്നേഹതീരം. 2002 3 അന്തേവാസികളുമായി കൊല്ലം ജില്ലയിൽ വിളക്കുടി എന്ന കൊച്ചു ഗ്രാമത്തിൽ ആരംഭിച്ച സ്നേഹതീരം ഇന്ന് 2 ഭവനങ്ങളിലായി അനേകം സ്ത്രീ സഹോദരങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു വലിയ അഭയകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ അഭാവം ഇന്ന് സമൂഹത്തെ വളരെയധികം ബാധിക്കുന്നു. അങ്ങനെ അകൽച്ചയിലേക്ക്, തളർച്ചയിലേക്ക് പോകുന്ന ആളുകൾക്ക് സ്നേഹം നൽകി അവരെ സ്നേഹത്തിൻ്റെ തീരത്ത് കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് കൊല്ലം ജില്ലയിലെ വിളക്കുടിയിലെ ഈ സ്നേഹതീരത്തിൽ അരങ്ങേറുന്നത്. മാനസിക നില തെറ്റിയ ആളുകൾക്ക് അവരെ സ്നേഹിക്കുന്ന സമൂഹം ഉണ്ട് എന്നുള്ള ബോധ്യമാണ് ഈ ഭവനം നൽകുന്നത്. ഈ മനുഷ്യത്വത്തിൻ്റെ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവസാന്നിധ്യമായി തീരുവാൻ ബഹുമാനപ്പെട്ട സിസ്റ്റർ റോസലിൻ, കൂടെയുള്ള ബഹുമാനപ്പെട്ട സഹോദരികളും സഹപ്രവർത്തകരും നിർവഹിക്കുന്ന ഈ സേവനം ഏറ്റവും വലിയ ഈശ്വര ആരാധനയായി ഞാൻ കാണുകയാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, ഇവിടെ അന്തേവാസികളായി കടന്നു വരുന്ന ആളുകളെയും സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളായി കണ്ടുകൊണ്ട് ഒരു സ്നേഹതീരം തന്നെ സൃഷ്ടിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്ന് കാണുമ്പോൾ, ഇതിൻ്റെ ആകർഷണ വലയത്തിലേക്ക് ഇനിയും അനേകരെ സ്വീകരിക്കുവാൻ ഇവർ തയ്യാറാകുമ്പോൾ അതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നൽകി പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ കടമയാണ്. അങ്ങനെ ഈ സ്നേഹതീരത്തിൻ്റെ വ്യാപ്തി ഈ ഭവനത്തിൽ മാത്രമല്ല, ചുറ്റുപാടുമുള്ള മറ്റ് വിവിധ സ്ഥലങ്ങളിൽ ഈ സേവനം നിർവഹിച്ചുകൊണ്ട് ഒരു വലിയ സ്നേഹതീരം തന്നെ ഈ സംസ്ഥാനത്ത് നിർമ്മിക്കുവാൻ ബഹുമാനിയായ സിസ്റ്റർ റോസലി നടത്തുന്ന പരിശ്രമം ഏറെ ശ്ലാഘനീയമായ ഒന്നാണ്. സിസ്റ്ററിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സർവശക്തനായ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെയുള്ള അന്തേവാസികൾക്ക് എല്ലാ സ്നേഹവും തമ്പുരാനിൽ നിന്ന് സമൃദ്ധമായി ഈ സഹോദരികൾ വഴി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. നമുക്ക് സ്നേഹതീരത്തിൻ്റെ ആ വിശാലതയിലേക്ക് കടന്നു ചെല്ലാം. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവിന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തിരുവചനം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഫലം ചൂടിയ വ്യക്തിത്വത്തിനുടമയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ റോസലിൻ. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട തൻ്റെ സഹോദരിമാരിൽ ഈശോയെ കണ്ടുകൊണ്ട് അവർക്കായി ഇറങ്ങിത്തിരിച്ച സിസ്റ്ററിൻ്റെ ആത്മസമർപ്പണത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും വിലയാണ് സ്നേഹതീരവും കരുണയുടെ സഹോദരിമാർ എന്ന സന്യാസിനി സമൂഹവും. എൻ്റെ പേര് സിസ്റ്റർ റോസലിൻ എന്നാണ്. എൻ്റെ വീട് മാനന്തവാടി രൂപതയിൽ മലപ്പുറം ജില്ലയിൽ കരുനിച്ചി എന്ന സ്ഥലത്താണ്. പാലേമാടാണ് എൻ്റെ ഇടവക. ചാച്ചനും അമ്മയ്ക്കും ഞങ്ങൾ 7 മക്കളാണ്. ചാച്ചൻ്റെ പേര് CJ ജോൺ, അമ്മ ത്രേസ്യാമ്മ. ഇളയ 2 അനിയത്തിമാരും 4 ആങ്ങളമാരുമാണ് എനിക്കുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് അതിയായ ആഗ്രഹമുണ്ടായിരുന്ന സിസ്റ്റർ ഒരു മിഷണറിയാകാൻ ആഗ്രഹിച്ച് കേരളത്തിലെ ആദ്യത്തെ മിഷണറി സന്യാസിനി സമൂഹമായ ഡോട്ടേഴ്സ് ഓഫ് മേരി എന്ന സമൂഹത്തിൽ അംഗമായി. സന്യാസ പരിശീലനത്തിന് ശേഷം നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ സിസ്റ്റർ ഉത്തരേന്ത്യയിലെ പല പിന്നോക്ക മിഷൻ കേന്ദ്രങ്ങളിലും സേവനമനുഷ്ഠിച്ചു. ഇക്കാലയളവിലാണ് സിസ്റ്ററുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവീക ബോധ്യങ്ങൾ സിസ്റ്റർക്ക് ലഭിക്കുന്നത്. ഏകദേശം 16 വർഷത്തോളം മിഷനിൽ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ചു,
കുറച്ച് നാൾ കേരളത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്യാമെന്ന്. അങ്ങനെ എൻ്റെ അധികാരികളെ ഞാൻ വിവരം അറിയിച്ചു. അങ്ങനെ എനിക്ക് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മാനസിക രോഗികൾ താമസിക്കുന്ന ചില സ്ഥാപനങ്ങൾ എനിക്ക് കാണുവാൻ സാധിച്ചു. എന്നെ ഒത്തിരി വേദനിപ്പിച്ച കുറേ അനുഭവങ്ങൾ അവിടെ എനിക്കുണ്ടായി. എൻ്റെ മനസ്സ് വിങ്ങി. അന്ന് ഞാൻ ഈശോയോട് ഒരു കാര്യം ചോദിച്ചു, ഈശോയെ, ഇവരെ ഇതിനകത്തു നിന്നൊന്ന് പുറത്തിറക്കുവാൻ ഒരു ചാൻസ് നീ എനിക്ക് തരാമോ? ഒരവസരം തന്നാൽ ഈ മക്കളെയൊക്കെ ഞാൻ കൊണ്ടുപോയി നോക്കിക്കൊള്ളാം. എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ ഒരു തീരുമാനം എടുക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു, എന്ത് ചെയ്യണമെന്ന്. ഏതായാലും എൻ്റെ ആ തീരുമാനങ്ങളൊക്കെ എൻ്റെ അധികാരികളെ ഞാൻ അറിയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ധ്യാനം കൂടണമെന്നും ആ വഴി വീട്ടിൽ വരണമെന്നുമൊക്കെ ആഗ്രഹമുണ്ടായത്. അങ്ങനെ ഞാൻ എൻ്റെ അധികാരിയെയും കൂടെ കൂട്ടി എൻ്റെ വീട്ടിൽ ഞാൻ വന്ന് എൻ്റെ ഈ ആഗ്രഹം ഞാൻ എൻ്റെ അമ്മയോടും എൻ്റെ സഹോദരങ്ങളോടുമൊക്കെ പങ്കുവെച്ചു. പക്ഷെ അവരെല്ലാവരും എതിർത്തു. അവരൊക്കെ പറഞ്ഞു, നീ കോൺഗ്രേഷനിൽ നിന്നും പോരുന്ന പ്രശ്നമില്ല, അവിടെ തന്നെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്തോ എൻ്റെ മനസ്സ് വീണ്ടും മന്ത്രിച്ചു, അല്ല, തിരിച്ചു പോരണം. ഏതായാലും ഞാൻ അവിടെ നിന്നൊരു തീരുമാനമെടുത്തു, കുളത്തുവയലിൽ പോയി ധ്യാനിക്കാം, വർക്കേസിൻ്റെ ഒരു ധ്യാനം കൂടാം. അങ്ങനെ ഞാൻ നേരെ കുളത്തുവയലിലേക്ക് പോയി. വീട്ടിൽ നിന്നും കുളത്തുവയലിൽ പോയി നല്ല ഒരു ധ്യാനം കൂടി. വർക്കേസിനെ കണ്ടു. അച്ഛനോട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞു. അച്ഛൻ എനിക്ക് വേണ്ട ധൈര്യവും ദൈവാനുഗ്രഹങ്ങളും ഒക്കെ നൽകി. അവിടെ വെച്ച് ഞാനൊരു തീരുമാനമെടുത്തു, എൻ്റെ ജീവിതം ഇനി ആർക്കും വേണ്ടാതെ പുറന്തള്ളപ്പെട്ട അമ്മമാർക്കും സഹോദരികൾക്കും വേണ്ടി മാത്രമായിരിക്കുമെന്ന്. തനിക്ക് ദൈവം നൽകിയ പ്രചോദനമനുസരിച്ച് ഡോട്ടേഴ്സ് ഓഫ് മേരി എന്ന സന്യാസിനി സഭയിൽ നിന്നും തിരിച്ചു പോന്ന സിസ്റ്റർ നിരവധി മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് അവയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. പിന്നീട് 2002 തൻ്റെ സഹോദരങ്ങളുടെ സഹായത്താൽ കൊല്ലം ജില്ലയിലെ വിളക്കുടി എന്ന ഗ്രാമത്തിൽ പഴയ ഓടിട്ട ഒരു കെട്ടിടം ഉൾപ്പെടുന്ന 14 സെന്റ് സ്ഥലം വാങ്ങി. സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്ന ആ കൊച്ചു ഭവനത്തിൽ നിന്നാണ് ദൈവകരുണയാൽ ഇന്നുള്ള ഈ സ്നേഹതീരം പിറവിയെടുത്തത്. ഒരു സൗകര്യവുമില്ലാത്ത ഒരു കൊച്ചു വീട്ടിലെ സ്നേഹതീരം തുടങ്ങി. പെട്ടെന്നാണ് രോഗികളുടെ എണ്ണം കൂടി വന്നത്. തുടങ്ങിയ അന്ന് തന്നെ 3 രോഗികളെ നമുക്ക് കിട്ടി. അങ്ങനെ ഓരോ ദിവസവും ധാരാളം രോഗികളെ പോലീസ് റോഡിൽ നിന്നും ഇവിടെ എത്തിക്കാൻ തുടങ്ങി. ശരിക്കും ഞാനൊന്ന് പേടിച്ചുപോയി ആദ്യം. ഈശോയെ, ഇവർക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം, മരുന്ന് വേണം, എന്തു ചെയ്യും? പക്ഷേ ഈശോ കൂടെയുണ്ടായിരുന്നു. ഓരോ ദിവസവും ഇവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ അയൽവക്കത്തുള്ളവരും നാട്ടിലുള്ളവരുമൊക്കെ കൊണ്ടുവന്ന് തരാൻ തുടങ്ങി. ആദ്യ കാലഘട്ടത്തിൽ ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്, ആഹാരം കൊടുക്കുവാൻ അരി പോലും ഇല്ലാതെ. അന്നൊക്കെ നല്ലവരായ നാട്ടുകാരുടെ സഹായം ഒന്നുമില്ലാതിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ അരി, തേങ്ങ ഒക്കെ കൊണ്ടുതരുമായിരുന്നു. ദിവസം ചെല്ലുന്തോറും ആളുകളിത് അറിയാൻ തുടങ്ങി. ഒരു ദിവസം പോലും പട്ടിണിയില്ലാതെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുവാനുള്ള എല്ലാ സാധനങ്ങളും ഓരോരുത്തരായിട്ട് ഇവിടെ എത്തിക്കാൻ തുടങ്ങി. എങ്കിലും ചിലപ്പോഴൊക്കെ ഒന്നുമില്ലാത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ആ സമയം ഹൃദയം നുറുങ്ങി ഈശോയോടൊന്ന് പറഞ്ഞാൽ മതി, ഈശോയെ, നാളത്തേക്കൊന്നുമില്ലല്ലോ എന്നൊന്ന് മനസ്സിനകത്ത് ചിന്തിച്ചാൽ മതി. കർത്താവ് ആരെങ്കിലും വഴി അരിയും സാധനങ്ങളൊക്കെ
ഇവിടെ എത്തിക്കുമായിരുന്നു. മനസ്സ് നഷ്ടപ്പെട്ടവർക്ക് ഹൃദയം പറിച്ചു നൽകിയ മാലാഖ. തെരുവിന്റെ ഇരുട്ടിൽ നിന്നും ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് നൂറുകണക്കിന് സ്ത്രീകളെ കൈപിടിച്ചു കയറ്റിയ പുണ്യാത്മാവ്. മനസ്സിന്റെ സമനില തെറ്റിയ നൂറുകണക്കിന് സ്ത്രീകളെ ചികിത്സിച്ച് ഭേദപ്പെടുത്തി കുടുംബത്തിന് കൈമാറിയതിന്റെ ധന്യതയിലാണ് സിസ്റ്റർ റോസ്. ദൈവം നട്ടതിനെ ദൈവം വളർത്തുന്ന അനുഭവങ്ങളായിരുന്നു സിസ്റ്ററിന് കാണാൻ കഴിഞ്ഞത്. സ്നേഹതീരത്തിന്റെ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ വഴിയും നല്ലവരായ വ്യക്തികൾ വഴിയും കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഇങ്ങനെ സ്നേഹതീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായതെല്ലാം ദൈവം ക്രമീകരിച്ചു നൽകി. രോഗികളുടെ എണ്ണം ദിവസം തോറും നമുക്ക് കൂടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തുള്ള ഒരു ശശിധരൻ നായർ നമ്മളോട് ഒരു അഭ്യർത്ഥനയുമായിട്ട് കടന്നു വന്നത്. അദ്ദേഹം കുറേ സ്ഥലം തരാം, ഒരു ഭവനം തുടങ്ങാമോ? ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർസ് കണ്ടിട്ടാണ് അദ്ദേഹം സ്നേഹതീരത്തെ പരിചയപ്പെട്ടത്. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നു നമ്മളുമായിട്ട് സംസാരിച്ച് തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റ് അടുത്ത് കല്ലറ എന്ന സ്ഥലത്ത് നമുക്ക് ഒരു 4 ഏക്കർ സ്ഥലം അദ്ദേഹം ദാനമായിട്ട് നൽകി. ദിവസം ചെല്ലുന്തോറും വിളക്കുടിയിലെ ഈ സ്നേഹതീരത്തെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നു, കർത്താവെ ഇവരെ എങ്ങോട്ട് മാറ്റും, ഒരു സ്ഥലം ലഭിച്ചിരുന്നു എങ്കിൽ. ഈശോ ആ പ്രാർത്ഥന കേട്ടു. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് കല്ലറ എന്ന സ്ഥലത്ത് നമുക്കൊരു ഭവനം കൂടി തുടങ്ങുവാൻ സാധിച്ചത്. മനോഹരമായ ഭവനത്തിൽ ഇന്ന് ഏകദേശം 120ഓളം നമ്മുടെ അമ്മമാർ സഹോദരിമാർ താമസിക്കുന്നുണ്ട്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സഹോദരിമാരെ കണ്ടെത്തി ഏറ്റെടുത്ത് പുനരധിവസിപ്പിക്കുക എന്നുള്ള പ്രേക്ഷിത പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ റോസ്ലിൻ്റെ നേതൃത്വത്തിൽ കരുണയുടെ സഹോദരിമാർ എന്ന ഈ സന്യാസിനി സമൂഹം ചെയ്തു വരുന്നത്. കൊല്ലം ജില്ലയിലുള്ള വിളക്കുടി എന്ന ഗ്രാമത്തിലാണ് സ്നേഹതീരം പിറവിയെടുത്തത്. വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം ജില്ലയിലുള്ള ഈ കാരേറ്റിന് സമീപം ഉദിരക്കുഴി മിത്രമല ഭാഗത്ത് ഈ സ്ഥാപനം ആരംഭിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കുകയാണ് ഇത് വളർന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടത്. അതിന് പ്രത്യേകിച്ച് സിസ്റ്റർ റോസ്ലിൻ ആ ദിവസങ്ങളിൽ ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേരണം. ഇതൊരു വിജന പ്രദേശമാണ്. ഇവിടെ എത്തണം, യാത്രാ സൗകര്യം, അതുപോലെ ജനങ്ങൾ ആദ്യഘട്ടങ്ങളിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന ചില സംശയങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഒരുപാട് മാനസിക സംഘർഷങ്ങൾ, സഹായിക്കാൻ ദൈവം മാത്രമുള്ള അവസ്ഥ, അങ്ങനെ ഒരുപാട് പ്രാർത്ഥനയും കണ്ണീരും എല്ലാം കൂട്ടിച്ചേർത്തപ്പോഴാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ സുന്ദരമായ സ്ഥാപനം ഇവിടെ പിറവിയെടുത്തത്. തെരുവിൽ നിന്നും പോലീസ് കൊണ്ടിരുന്ന നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും ഒക്കെ മനസ്സിന് താളം തെറ്റിയ അവർക്ക് ആ താളം തിരിച്ചെടുക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ഒത്തിരി ചിന്തിച്ചു, ആഗ്രഹിച്ചു. പ്രാർത്ഥന ഏറ്റവും കൂടുതൽ സമയം അതിനുവേണ്ടി മാറ്റിവെക്കുന്ന ഒരു ഭവനമാണിത്. എപ്പോഴും ആരെങ്കിലും 2 പേരെങ്കിലും 2-3 പേരെങ്കിലും നമ്മുടെ ചാപ്പലിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഈ കൂടെ തന്നെ അവർ MA BEdകാരുണ്ട്, BTechകാരുണ്ട്, MA ലിറ്ററേച്ചറുണ്ട്, അതുപോലെ MSc കെമിസ്ട്രി ഉണ്ട്, BSc നഴ്സുണ്ട്. അങ്ങനെ ഒത്തിരി വിദ്യാഭ്യാസമുള്ള പഠനമുള്ള ഒത്തിരി മക്കൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അവരിൽ വായനാശീലം വളർത്തുവാൻ വളരെ മനോഹരമായ ലൈബ്രറി നമ്മൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പുസ്തകം എടുത്ത് വായിക്കുകയും ചിലരൊക്കെ വായിക്കുന്ന കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുകയും ചെയ്യാറുണ്ട്. ഒരു നന്നായിട്ട് കവിത എഴുതുന്നവരുണ്ട് ഈ കൂടെ. അപ്പോൾ 100 കവിത, ഇംഗ്ലീഷിൽ 100 കവിത എഴുതിയ ഒരു കുട്ടി, ഒരു സഹോദരി സുഷമ നമുക്കുണ്ട്.
അത് വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷിൽ കവിത എഴുതും. ഈ മനസ്സിന് താളം തെറ്റിയ നമ്മുടെ ഈ മക്കളെ അവരുടെ താളം വീണ്ടെടുക്കുവാൻ വേണ്ടി എൻ്റെ മനസ്സിലൊരു ചിന്ത, ഒരാശയം ഉദിച്ചു. ഇവരെ ബാൻഡ് മേളം പഠിപ്പിക്കാം, നന്നായിട്ട് ഇവരെ അത് പരിശീലിപ്പിച്ചെടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങളിവരെ ഒരു സാറിനെ വിളിച്ച് ഒരു SI പോലീസിൽ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന SI സജീവൻ സാറ് വന്ന് ഇവരെ ബാൻഡ് പഠിപ്പിക്കുകയും വളരെ മനോഹരമായിട്ട് ഇവർ ഈ ബാൻഡ് പ്ലേ ചെയ്യുകയും ചെയ്യാൻ തുടങ്ങി. എൻ്റെ പേര് സജീവൻ എന്നാണ്. ഞാൻ 84-ലെ പോലീസ് ബാൻഡിൽ ചേർന്നതാണ്. അതിനു മുമ്പായിട്ട് ഞാൻ പല സ്കൂളുകളിലും എൻ്റെ 60 സ്കൂളുകളോളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 84-ൽ സർവീസിൽ കയറി 2015 ആയപ്പോഴത്തേക്ക് ബാൻഡ് SI ആയിട്ട് KP തേർഡ് ബറ്റാലിയനിൽ പെൻഷനായി. ഇപ്പോൾ ഒരു 10 വർഷത്തിന് മുമ്പായിട്ട് സിസ്റ്റർ റോസ്ലി സിസ്റ്റർ എന്നെ ഫോണിൽ വിളിച്ചു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു, ഇവിടെ സാറേ ഇവിടെ എൻ്റെ പറയണ ഒരു ബാൻഡ് തുടങ്ങണം. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, സിസ്റ്ററിനെ പോലെ ഒരാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് ചെയ്തുകൂടാ, എനിക്കും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആകണം എന്നൊരു താല്പര്യമുള്ളതുകൊണ്ട്. അതുപോലെ മാത്രമല്ല, എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അന്ന് ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇന്ന് നിൽക്കുന്ന ബാൻഡ് ലീഡർ അനിത തന്നെയായിരുന്നു. അന്ന് അവൾ ഇതിനേക്കാൾ സ്മാർട്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് വിചാരിച്ചത് സിസ്റ്റർ വെറുതെ പറയുകയാണ് ഇവർക്കെല്ലാം അസുഖം ഉണ്ടെന്നുള്ളത് വെറുതെ ആണെന്നാണ് എൻ്റെ ധാരണ. കാരണം അത്ര സ്മാർട്ട് കുട്ടികളായിരുന്നു ഇവിടെ ഉള്ളത്, അത്ര വൃത്തിയും വെടിപ്പും. അതാണ് ഏറ്റവും എന്നെ കൂടുതൽ ആകർഷിച്ചത്. ഞാനുടനെ പറഞ്ഞു, സിസ്റ്റർ നമുക്ക് തുടങ്ങാം. അങ്ങനെ അപ്പം സാമ്പത്തികം വലിയ പ്രശ്നമാണ്. ഞാൻ പഴയ ഇൻസ്ട്രുമെൻറ്റുകൾ കുറച്ച് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് നമ്മളിവിടെ ബാൻഡ് തുടങ്ങി. പക്ഷേ ഇന്ന് ഞങ്ങളുടെ ബാൻഡ് നല്ലൊരു പ്രൊഫഷണൽ ബാൻഡ് പോലെ തന്നെ പോകുന്നുണ്ട്. പള്ളി പരിപാടികളിലും എന്നൊക്കെ ഞങ്ങൾക്ക് കുറച്ച് വരുമാനം ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി എൻ്റെ കുട്ടികൾ അവരെ പുറത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, മാനസിക സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് ഒരു കപ്പലണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് അവർക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹം, എൻ്റെ മക്കളെ പോലെ തന്നെയാണ് ഞാൻ അവരെ കാണുന്നത്. അത് ഈ സ്ഥാപനത്തോട് അങ്ങനെ ആര് വന്നാലും ഈ സ്ഥാപനത്തോട് അങ്ങനെ പെരുമാറാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ ഈ സ്ഥാപനത്തോടെ ഒരു പ്രത്യേകത. ഞങ്ങളുടെ ദിനകൃത്യങ്ങൾ രാവിലെ 4 മണിക്ക് ഇവരെ എഴുന്നേൽപ്പിക്കും. ആ എഴുന്നേറ്റാൽ ഇവർ രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് ആണ് ഞങ്ങളുടെ ഈ മുറ്റത്തേക്ക് എത്തുക. രാവിലെ 7 മണിക്ക് ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന. അപ്പോഴത്തേക്കും ഈ അമ്മമാരെല്ലാം കുളിച്ചൊരുങ്ങി ഞങ്ങളുടെ പള്ളിയിൽ എത്തും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി. അത് കഴിഞ്ഞ് പ്രെയർ, അത് കഴിഞ്ഞ് 8:30 ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് ഇവർ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കും. ഞങ്ങളും ഇവരും കൂടി ഒന്നിച്ചു ചേർന്നാണ് അത് വൃത്തിയാക്കുന്നത്. അത് കഴിഞ്ഞാൽ 10 മണിക്ക് ന്യൂസ് പേപ്പർ റീഡിങ്. അത് കഴിഞ്ഞ് ഇവരുടെ കഴിവുകളനുസരിച്ച് ഇവരെ കൊണ്ട് പറമ്പിലെ ജോലി, അതുപോലെ മുറ്റം വൃത്തിയാക്കുക, കൊന്തയുണ്ടാക്കുക, ചവിട്ടി നെയ്യുക, ഇതൊക്കെ ചെയ്യിക്കും. 12:30 ലഞ്ച്. അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ റെസ്റ്റ്. അത് കഴിഞ്ഞാൽ 3 മണിക്ക് കരുണക്കൊന്ത. അത് കഴിഞ്ഞ് 4 മണി തൊട്ട് 5 വരെ ഗാർഡനിങ്. അത് കഴിഞ്ഞാൽ 5:15 ഇവർക്ക് മെഡിസിൻ കൊടുക്കും. അത് കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് രാത്രിയിലെ അത്താഴം. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇവരിവിടെ ഈ മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കും. അത് കഴിഞ്ഞ് ഒരു 6:15 രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുൻപ് ഇവർക്കൊരു പ്രെയറുണ്ട്. അതൊരു 10 മിനിറ്റ് ഇവരെല്ലാവരും കൂടി ഈ മുറ്റത്ത് നിന്ന് മാതാവിൻ്റെ ഗ്രോട്ടയിലേക്ക് നോക്കി പ്രെയർ ചെല്ലും. അത് കഴിഞ്ഞ് നേരെ ഇവർ കിടക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഓരോ ദിവസത്തെയും ദിനകൃത്യങ്ങൾ കടന്നു പോകുന്നത്. സ്നേഹതീരത്തിന്റെ പ്രവർത്തനങ്ങൾ തികച്ചും മാതൃകാപരമാണ്. അഗതികളായി എത്തുന്നവരെ പ്രാഥമിക ചികിത്സകൾ നൽകിയാണ് ഇവിടെ സ്വീകരിക്കുക. ഇവരുടെ താളം തെറ്റിയ മനസ്സുകളെ ക്രമപ്പെടുത്തുവാനായി നിരവധി പ്രവർത്തനങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. പഴയ സാരികൾ ഉപയോഗിച്ച് ചവിട്ടുപായി നിർമ്മാണം,
സോപ്പ്, ചന്ദനത്തിരി മുതലായവയുടെ ഉൽപ്പാദനം, പച്ചക്കറിത്തോട്ട പരിചരണം, പൂന്തോട്ട പരിപാലനം, കരകൗശല നിർമ്മാണം, ജപമാല നിർമ്മാണം തുടങ്ങി ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഓരോ ജോലികൾ ഇവർ ഏറ്റെടുക്കുന്നു. കൂടാതെ ആത്മീയവും മാനസികവും ശാരീരികവുമായ ഉണർവ് നൽകുന്നതിന് പ്രാർത്ഥന, മെഡിറ്റേഷൻ, വ്യായാമം, വിനോദയാത്രകൾ, ബോധവൽക്കരണ ക്ലാസുകൾ, സാമൂഹിക സാംസ്കാരിക പരിപാടികൾ എന്നിവയും സിസ്റ്റർ റോസ്ലിൻ്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെയും സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സിൻ്റെയും ചികിത്സയും സൈക്കോ തെറാപ്പി കൗൺസിലിംഗും നൽകി വരുന്നു. ഞങ്ങൾ സെൻറ് ജോസഫ് കോളേജ് ഓഫ് നേഴ്സിംഗ് 5 BSc നേഴ്സിംഗ് തേർഡ് ഇയർ വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ പോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ മേഡംസിൽ നിന്നാണെങ്കിലും ഞങ്ങളുടെ സീനിയർ ചേച്ചിമാരിൽ നിന്നും ഈ സ്ഥാപനത്തെക്കുറിച്ച് കുറേ അറിവ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ഇവിടെ വന്ന് ആണ് കൂടുതൽ ഇവരെക്കുറിച്ച് അറിഞ്ഞത്. ഇവർ ഞങ്ങളോട് ഇടപെടുന്ന രീതിയും ഞങ്ങളോടുള്ള സ്നേഹവും കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. ഞങ്ങളിവിടെ വരുമ്പോഴാണെങ്കിലും അവർ മക്കളെ വന്നോ, പോകാൻ നേരം നിങ്ങൾ നാളെ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാപനം എന്നതിലുപരിയായിട്ട് ഞങ്ങളുടെ ഒരു കുടുംബം മാതിരിയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. സിസ്റ്ററിൻ്റെ ഏക ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. സിസ്റ്ററാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി. ഞങ്ങൾ ഇവിടെ നിന്ന് പോയാലും ഞങ്ങളുടെ സഹായം സിസ്റ്ററിന് എപ്പോഴും ലഭിക്കുന്നതായിരിക്കും. ദൈവം കയ്യൊപ്പ് ചാർത്തിയ ഒരു പ്രസ്ഥാനത്തെ മനുഷ്യർ ഏറ്റെടുക്കും എന്നതിന് ഉദാഹരണമാണ് സ്നേഹതീരത്തിന് ലഭിച്ചിരിക്കുന്ന നിരവധി പുരസ്കാരങ്ങൾ. സിസ്റ്ററിൻ്റെ പ്രവർത്തനം, സ്നേഹതീരത്തിൻ്റെ പ്രവർത്തനം ഇന്ന് സമൂഹത്തിന് വർത്തമാനകാലത്തിൽ ഏറ്റവും ആവശ്യമായത് ആണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് സ്നേഹതീരത്തിനും സിസ്റ്റർ റോസ്ലിനും ലഭിച്ചു പോരുന്ന അംഗീകാരങ്ങൾ. ഈ അടുത്ത സമയത്ത് അന്താരാഷ്ട്ര ചാരിറ്റബിൾ ഓർഗനൈസേഷനായിട്ടുള്ള ചിക്കാഗോ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കെയർ ആൻഡ് ഷെയർ, അവരുടെ സംഘടന ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഹ്യൂമാനിറ്റേറിയൻ ഓഫ് ദ ഇയർ അവാർഡ് നൽകി വരുന്നുണ്ട്. ഈ വർഷത്തെ അവാർഡ് സിസ്റ്ററിനാണ് അവർ ലഭിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അത് സമ്മാനിച്ചത്. അതേപോലെ തന്നെ വിവിധ അവാർഡുകൾ, കുന്നത്തൂർ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ അവാർഡ്, സത്കർമ്മ എന്ന് പറയുന്ന സംഘടനയുടെ അവാർഡ്, സാമൂഹ്യനീതി ഓഫീസിൽ നിന്നും അന്താരാഷ്ട്ര വനിതാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള അവാർഡ്, തോംസിയൻ അവാർഡ്, അതേപോലെ തന്നെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ എക്സലൻസി ഓഫ് മെറിറ്റ് അവാർഡ്, അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത നാളിതുവരെയായി വിവിധ സംഘടനകൾ, വിവിധ സേവന സംഘടനകൾ, വിവിധ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി സ്നേഹതീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞവർ ഒട്ടേറെ പേർ, ഒട്ടേറെ സംഘടനകൾ വലിയ അംഗീകാരങ്ങളാണ്, പിന്തുണകളാണ് സ്നേഹതീരത്തിന് നൽകി വരുന്നത്. ഈശോയുടെ ഈ മക്കളെ ശുശ്രൂഷിക്കുവാൻ ധാരാളം പേര് ഉണ്ടാകുക എന്നത് വലിയൊരു ആവശ്യമാണ്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഞാൻ സ്നേഹതീരം തുടങ്ങിയപ്പോൾ ഈശോയുടെ 2 കാര്യം ചോദിച്ചിരുന്നു. ഒന്ന്, ഈശോയെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഞങ്ങളുടെ ഈ ഭവനത്തിൽ ഞങ്ങൾക്ക് തരണേ. 2, ഡോട്ടേഴ്സ് ഓഫ് മേരി കോൺഗ്രേഷനിൽ നിന്ന് പോന്നപ്പോൾ ഞാനൊരു സന്യാസി അല്ലാതെയായി. പക്ഷേ എൻ്റെ ആഗ്രഹം എനിക്കൊരു സന്യാസിനിയായിട്ട് മരിക്കണമെന്നുള്ളതായിരുന്നു. ഈശോയോട് ഞാനത് പറഞ്ഞു. ഒരു സന്യാസിനി സമൂഹത്തോട് എന്നെ നീ യോജിപ്പിക്കണമേ, കൂട്ടിച്ചേർക്കണമേ എന്ന്. ഈശോ ആ പ്രാർത്ഥനയും ഈശോ കേട്ടു. ഒരു കോൺഗ്രേഷൻ തുടങ്ങുവാൻ എൻ്റെ മനസ്സിൽ തോന്നുകയും എൻ്റെ ആ ആഗ്രഹം ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത പെരുന്തോട്ടം പിതാവിനോട് ഞാൻ പങ്കുവയ്ക്കുകയും ചെയ്തു. ഏതായാലും പിതാവ് ഞങ്ങളുടെ ആഗ്രഹം മനസ്സിലാക്കി 2010 ഡിസംബർ 18 സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി എന്ന കോൺഗ്രിഗേഷന് അംഗീകാരം നൽകി. ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൽ ഞങ്ങൾ ആകെ 6 സിസ്റ്റേഴ്സാണുള്ളത്. ഒരാൾ അടുത്ത മെയ് മാസം 15-ാം തീയതി പ്രൊഫഷൻ ചെയ്യാൻ ചങ്ങനാശ്ശേരിയിൽ ഒരുങ്ങുന്നു.
2 പേരെ പോസിലൻസിയിൽ. ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ മോട്ടോ തെരുവിൽ അലയുന്ന മാനസിക രോഗികളെ ശുശ്രൂഷിക്കുക എന്നതാണ്. തെരുവിൽ ധാരാളം മാനസിക രോഗികൾ അലയുന്നുണ്ട്. വിളവധികം വേലക്കാരോ ചുരുക്കം. വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന ഈശോയുടെ വാക്കുകളെ അനുസ്മരിച്ചുകൊണ്ട് ഈശോയുടെ വിവിധ മുഖങ്ങൾ ദർശിച്ച് നമുക്ക് ഈ സഹോദരിമാർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എല്ലാവരെയും ഞാൻ ഈ സന്യാസ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം സത്യമാണ്, ഈശോ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇവിടുത്തെ മക്കളിൽ ഓരോരുത്തരിലുമുണ്ട്. ആ ഈശോയുടെ മുഖം കണ്ടുകൊണ്ടാണ് അവരെല്ലാവരെയും ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത്. ഒത്തിരി മാറ്റങ്ങൾ അവരിൽ വരുത്തുവാൻ തമ്പുരാന് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ആരുടെയും മിടുക്കോ കഴിവോ അല്ല. ഈശോ കാണിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ്, അത് തരുന്ന കൃപയാണ്. ഒത്തിരി മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എപ്പോഴും ഈശോയോടൊത്ത് സഞ്ചരിക്കുവാനും ഈശോയോടൊത്ത് ജോലി ചെയ്യുവാനും ഈ മക്കളെ പഠിപ്പിക്കുവാനും ഒക്കെ ദൈവം സഹായിക്കുന്നു. ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും ഈ ഭവനത്തിൽ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു.